ഇന്ന് വേറെ ആളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതായത് നേരത്തെ പരിചയപ്പെടുത്തുന്നതായിരുന്നു, പക്ഷെ അല്പം വൈകിപ്പോയി. ആളാണ് ഹായ് ഓൾ അമിഗോസ് ഓൺ സ്ക്രീൻ, ദിസ് ഈസ് വിക്കി ആൻഡ് ജിഷ്ണു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു എന്താ പറയുക, കുറച്ച് റീൽ കണ്ടന്റ് ചെയ്യാവുന്നതാണ്. ഇന്നിപ്പോൾ സാറിന് ഓഫുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവന് വർക്കിംഗ് ഡേ ഉള്ള ദിവസം ഞങ്ങൾ കണ്ടന്റുകൾ പ്ലാൻ ചെയ്ത് വെക്കും. എന്നിട്ട് ഇവന് ഓഫുള്ള ദിവസം ഞങ്ങളത് ചെയ്ത് തീർക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ. അതിൽ ഇന്നിപ്പോൾ 2-3 പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റും, പ്രതീക്ഷിക്കാൻ വർക്കൗട്ട് ആക്കും. അപ്പോൾ ഇന്ന് വേറെ ആളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതായത് നേരത്തെ പരിചയപ്പെടുത്തുന്നതായിരുന്നു, പക്ഷേ അല്പം വൈകിപ്പോയി. ആളാണ് അനുവേട്ടൻ. ഞാൻ ഒരുപാട് വീഡിയോസിൽ അനുവേട്ടൻ എന്ന് പറയാറുണ്ട്, പക്ഷെ ആളെ ഇതുവരെ ഞാൻ പരിചയപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അരിരച്ചനെ പോലെ ഒരു ക്യാമിയോ റോള്, അങ്ങനെ ഒരു കാണാത്തൊരു അദൃശ്യ ശക്തിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആളെ നമുക്ക് കൈ കിട്ടി. അപ്പോൾ നേരെ ചൂടോടെ അങ്ങ് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ റീലിനും വരാൻ പോണ ഷോർട്ട് ഫിലിമുകൾക്കും സിനിമകൾക്കൊക്കെ ക്യാമറ ഏൽപ്പിക്കാൻ പോണ ആളാണ്. അതെ, ഞങ്ങളുടെ 200ഓളം അല്ല, 120 പേരുള്ളൂ. 430ഓളം ഫ്രണ്ട്സിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഫസ്റ്റ് റീൽ എടുക്കാനായിട്ടുള്ള ലൊക്കേഷൻ തേടി വന്നതാണ്. ഇപ്പോൾ ഇതാണ് ലൊക്കേഷൻ. നല്ല രസമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് ഫസ്റ്റത്തെ റീൽ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബാക്കി പരിപാടികൾ നോക്കട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ ഷെഡ്യൂൾ രാവിലത്തെ ഒരു ഷോർട്ട്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ വരണ കാര്യം എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും ഞങ്ങൾക്ക് കരുതിയിട്ടുണ്ട്. അപ്പോൾ അവന് മാത്രമുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും കഴിക്കാൻ പോയി, അവന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് ബാക്കി ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടി എടുക്കണം. ഓക്കെ, നമ്മളപ്പോൾ ഊണ് കഴിക്കാനൊക്കെ ആയിട്ട് ആ ഒരു പ്രതീക്ഷയിൽ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ വന്നു. പക്ഷേ ഊണ് ടൈം കഴിഞ്ഞു, 3 മണി ടൈം. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാമെന്നുള്ള മോഹം വിട്ടിട്ട് പൊറോട്ട പറഞ്ഞു. പൊറോട്ട എനിക്ക് കുറുമ, അതിനോട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വന്നു. നല്ല മുരിഞ്ഞ പൊറോട്ടയും കുറുമയും നല്ലായിരുന്നില്ല ചേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിച്ചമർത്തി നല്ല സെറ്റാക്കി വെച്ചേക്കണ പൊറോട്ടയായിരുന്നു. അപ്പോൾ ഇഷ്ടമായി. ഇനിയിപ്പോൾ വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു റീലെടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ക്ലൈമറ്റ് അത്യാവശ്യം ഒരു മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനമില്ലേ, അതായിരുന്നു ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ ഒരുമാതിരി ഞങ്ങളുടെ പ്ലാനിങ് പ്രകൃതി അറിഞ്ഞു. നല്ല വെയിൽ അങ്ങോട്ട് മാറണില്ല. എന്തായാലും തണൽ വന്ന രീതി വരെ ഒന്ന് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും അവന് വീട്ടിലെത്തിയിരിക്കുകയാണ്. 11 അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണമെന്ന് തോന്നുന്നു. നല്ല ഉറക്കമാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ പറഞ്ഞെടുത്തിട്ട് നീ ഉറങ്ങാണ്. അവൻ കഴിച്ച്. അപ്പം ഇനിയിപ്പോൾ നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം. നല്ല വെയിൽ, എന്ത് ചെയ്യാനാ. ഞങ്ങൾ കഴിച്ചു. ഞങ്ങളിപ്പോൾ ബാക്കി ഷോട്ടുകൾ വെക്കാനുള്ള പ്ലാൻ ചെയ്യട്ടെ. ബൈ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു. ഇന്ന് 3 കണ്ടന്റ് ചെയ്തു. ഞങ്ങൾ 2 കണ്ടന്റ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇന്ന് 3 കണ്ടന്റ് ചെയ്തു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കണ്ടന്റ് കൂടി കിട്ടി. ബൈ ജിഷ്ണു സാർ. ബൈ ജിഷ്ണു സാർ, സോറി, ആള് മാറിപ്പോയി. അപ്പോൾ 3 കണ്ടന്റ് ടോട്ടലി ചെയ്തു. ഇന്നിപ്പോൾ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കിയ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റി, അതായത് ഇവൻ്റെ അമ്മ ഇതിനകത്ത് ഒരു റോള് ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങൾ ശരിക്കും ഒരു ഫീമെയിൽ ആക്ട്രസിനെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ പുള്ളിക്കാർ പെട്ടെന്ന് ചെയ്യാമെന്ന് ചെയ്തു. അതിന് പുള്ളിക്കാരോട് എൻ്റെ ഭാഗം നന്ദി രേഖപ്പെടുത്താണ്. ആളുകൾ വെക്കുന്നുണ്ട്. ഇപ്പം തൽക്കാലം നന്ദി മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് വിപുലീകരിച്ച് വരുമ്പോഴത്തേക്കും വലിയൊരു എമൗണ്ട് കൈ തരുന്നതാണ് എല്ലാവരും ആഗ്രഹമല്ലേ. അപ്പോൾ അതെ, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. സ്ക്രീൻഷോട്ട് എടുത്ത് കൂടെ, ഞാൻ വെറുതെ പറഞ്ഞോളാം. എഡിറ്റ് കട്ട് ചെയ്തോളാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.